അദാനി കോഴ മണിപ്പൂർ സംഭാൽ സംഘർഷങ്ങളിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളമാണ്. ബഹളത്തിൽ ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വച്ചിരുന്നത്. ബൽറാം, പോയ ദിവസങ്ങളിലെ പോലെ കയ്യിലുള്ള ആവനാഴിയിലെ ആയുധങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നില്ല പ്രതിപക്ഷം. ഈ അദാനി കോഴയിൽ മണിപ്പൂരിൽ സംഭാലിൽ സർക്കാർ എന്തെങ്കിലും മറുപടി സഭയിൽ പറയുന്നുണ്ടോ? ഇരുസഭകളിലും ഹഷ്മി, കഴിഞ്ഞ ദിവസവും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണ്, ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ച ശേഷവും പ്രതിപക്ഷം അനാവശ്യമായി പ്രതിഷേധം തുടരുകയാണ്, സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണ് എന്നാണ് അറിയിച്ചത്. എന്നാൽ ഇന്നും സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടു. പ്രതിപക്ഷം പ്രധാനമായും അദാനി വിഷയം തന്നെയാണ് ഉന്നയിക്കുന്നത്. അദാനി വിഷയം ഉന്നയിച്ചുള്ള മുദ്രാവാക്യങ്ങളാണ് ഇരു സഭകളിലും ഇന്നും മുഴങ്ങിയത്. ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങൾ, സംഭാൽ സംഘർഷം, മണിപ്പൂർ സംഘർഷം, വയനാട് വിഷയമടക്കമുള്ള നിരവധി വിഷയങ്ങൾ, ഒപ്പം തന്നെ ഇന്ന് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ക്രമസമാധാന നില തകർന്നത് ചർച്ച ചെയ്യണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ഈ ആവശ്യങ്ങളിൽ സഭ നിർത്തിവെച്ച് ചർച്ച വേണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷത്തെ നിരവധി അംഗങ്ങൾ നോട്ടീസ് നൽകിയത്. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഇരു സഭകളിലും തയ്യാറാകാതിരുന്നതോടെയാണ് ബഹളത്തിലേക്ക് പോവുകയും സഭ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ ആദ്യഘട്ടത്തിൽ പിരിഞ്ഞു. പിന്നീട് ചേർന്നപ്പോഴും പ്രതിപക്ഷം ഈ ഒരു ബഹളം തുടർന്നു. അതിനിടെ സഭാ നടപടികൾ, പ്രത്യേകിച്ച് അടിയന്തര സ്വഭാവമുള്ള പേപ്പറുകൾ മേശപ്പുറത്ത് വയ്ക്കുന്ന നടപടികൾ ബഹളത്തിനിടെ തുടർന്ന ശേഷമാണ് സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞത്. രാജ്യസഭയിൽ അതേസമയം പ്രതിപക്ഷ അംഗങ്ങളെ, മുതിർന്ന അംഗങ്ങളെക്കെതിരെ കടുത്ത വിമർശനം തന്നെ ചെയർമാൻ ജഗ്ദീപ് ധങ്കർ ഉന്നയിച്ചു. ഇത് ഉപരിസഭയാണ് എന്ന ബോധ്യം ഉണ്ടാകണമെന്നും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നും ജനങ്ങളോടുള്ള അനീതിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചട്ടം 267 സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു ആയുധമായി പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് എന്നും അത്തരത്തിൽ ഉപയോഗിക്കുന്നത് മുതിർന്ന അംഗങ്ങൾക്കുൾപ്പെടെ ഭൂഷണമല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. തുടർന്ന് സഭ തിങ്കളാഴ്ച വരെ പിരിയാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ ഒരു പ്രതിഷേധം ഇത്തരത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തിനിടയിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ വിമർശനങ്ങളുണ്ട്, എതിരഭിപ്രായങ്ങളുണ്ട്. ചർച്ചകളിലേക്ക് സഭ കടക്കണം, ആ ഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കാം എന്ന അഭിപ്രായമുണ്ടെങ്കിലും അദാനി വിഷയം ഒരു പ്രധാന ആയുധമാക്കി നിലനിർത്തുക എന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രധാന പാർട്ടികൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഹഷ്മി.